നിങ്ങൾ കൊളാജനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ നിലനിർത്താനും നമ്മുടെ ബോൺസിനെ സ്ട്രോങ് ആക്കി നിർത്താനും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ പല ഇമ്പോർട്ടന്റ് ഫംഗ്ഷനിങ്ങിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു നാച്ചുറൽ പ്രോട്ടീൻ ആണ് കൊളാജൻ എന്നുള്ളത്. സോ ഇന്ന് നമുക്ക് കൊളാജന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് സംസാരിക്കാം. ഹലോ എവ്രി വൺ, ദിസ് ഇസ് മീ സ്നേഹ അഗൈൻ, എ ഫാർമസിസ്റ്റ് ഇൻ UAE. നമ്മുടെ ബോഡിയിൽ 20 ടൈപ്സ് ഓഫ് കൊളാജൻ അവൈലബിൾ ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ആണ്. ടൈപ്പ് 1 എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലും ടെൻഡൻസിലും കാണപ്പെടുന്നു. ടൈപ്പ് 2 ജോയിന്റ്സിൽ കാണപ്പെടുന്നു. ടൈപ്പ് 3 എഗെയിൻ സ്കിന്നിലും ഹെയറിലും നെയിൽസിലും കാണപ്പെടുന്നു. ഒരു 25 to 30 ഇയേഴ്സ് ഓഫ് ഏജിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കിനും നമ്മുടെ ബോഡിയുടെ നാച്ചുറൽ പ്രൊഡക്ഷൻ ഓഫ് കൊളാജൻ ഗ്രാജുവലി കുറയാൻ തുടങ്ങും. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കിന്ന് ഡൾ ആവുന്നത് പോലെയും സാഗി സ്കിൻ ഉണ്ടാവുന്നത് പോലെയും നമ്മുടെ നെയിൽസ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്, പിന്നെ നമ്മുടെ മുറിവുകളൊക്കെ ഉണങ്ങാനായിട്ട് പാടുള്ളത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഈ അവസ്ഥകളെയൊക്കെ മറികടന്ന് എപ്പോഴും നല്ല ചുറുചുറുക്കോടെ ഇരിക്കാനായിട്ടുള്ള ഒരു ഐഡിയ എന്റെ കയ്യിലുണ്ട്. വേറൊന്നുമല്ല, കൊളാജൻ സപ്ലിമെന്റേഷൻ തന്നെ. അപ്പൊ നിങ്ങളുടെ നെക്സ്റ്റ് ഡൗട്ട് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് കൊളാജൻ ആണ് നിങ്ങൾ എടുക്കേണ്ടതെന്നാണ്. അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 കൊളാജൻ ഫോംസ് ആണ് നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സപ്ലിമെന്റ് ചെയ്യേണ്ടതും ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ആണ്. പക്ഷെ വേറെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് സോഴ്സിൽ നിന്നുള്ള കൊളാജൻ ആണ് സിലക്ട് ചെയ്യുന്നതെന്നാണ്. ബേസിക്കലി 3 ടൈപ്പ് ഓഫ് കൊളാജൻ സോഴ്സ് അവൈലബിൾ ആണ്: ലാൻഡ് സോഴ്സ്, മറൈൻ സോഴ്സ്, ബൊവൈൻ സോഴ്സ്. ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ഇതില് ബൊവൈൻ സോഴ്സ് ഓഫ് കൊളാജൻ എന്ന് പറയുന്നത് കൗ ഹൈറ്റ്സ് ആൻഡ് ബോൺസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 3 ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടും ജോയിന്റ് സപ്പോർട്ടായിട്ടും ബൊവൈൻ സോഴ്സ് ഓഫ് കൊളാജൻ ആക്ട് ചെയ്യും. ഇനി അടുത്തത് മറൈൻ സോഴ്സ് ഓഫ് കൊളാജൻ ആണ്. പേര് പോലെ തന്നെ ഇത് ഫിഷ് സോഴ്സിൽ നിന്നാണ് വരുന്നത്, ബേസിക്കലി ഫ്രം ദ സ്കെയിൽസ് ഓഫ് ഫിഷ്. ഇത് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. ടൈപ്പ് 1 കൊളാജൻ ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആന്റി ഏജിങ്ങിനും സ്കിൻ ഹെൽത്തിനും സ്കിൻ ഗ്ലോയ്ക്കും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇനിയുള്ളത് പ്ലാന്റ് സോഴ്സ് ഓഫ് കൊളാജൻ ആണ്. സത്യം പറഞ്ഞാൽ കൊളാജൻ എന്ന് പറയുന്നത് ആനിമൽസിനും ഹ്യൂമൻസിനും മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ പ്ലാന്റ് സോഴ്സിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കൊളാജൻസും തന്നെ ഒരിക്കലും ഡയറക്റ്റ് കൊളാജൻ ആയിരിക്കില്ല. അതെല്ലാം കൊളാജൻ ബൂസ്റ്റേഴ്സ് ആണ്. ഇനി കൊളാജൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ കൊളാജൻ പ്രൊഡക്ഷൻ നോർമലി ബൂസ്റ്റ് അപ്പ് ചെയ്യാനായിട്ട്, അതായത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വൈറ്റമിൻ സി, ആന്റി ഓക്സിഡൻസ്, സിലിക്ക, അങ്ങനെയുള്ള കുറെ ഇൻഗ്രീഡിയൻസ് ആണ്. എത്രയൊക്കെ കൊളാജൻ എടുത്തിട്ടും നിങ്ങളുടെ ബോഡിയിൽ ഒരു ചേഞ്ചസും കാണുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ബോഡിയിലെ വൈറ്റമിൻ സിയുടെ അളവ് കുറവാണെന്നാണ്. കൊളാജൻ ഈസ് ഓൾവേസ് ബെസ്റ്റ് അബ്സോർബ്ഡ് വിത്ത് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയോടൊപ്പം എടുക്കുക എന്നുള്ളത് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എംപ്റ്റി സ്റ്റൊമക്കിലെ കൊളാജൻ കൺസ്യൂം ചെയ്യാന്നുള്ളത്. ഇത് നമ്മുടെ എഫക്ട്സിനെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. 20 വയസ്സ് മുതൽ മുകളിലേക്കുള്ള ആർക്ക് വേണമെങ്കിലും കൊളാജൻ കൺസ്യൂം ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേരൻസിനൊക്കെ നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ജോയിന്റ് മൊബിലിറ്റിക്കൊക്കെ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി കൊളാജൻ യൂസ് ചെയ്യുന്നതിനപ്പോ കൺഫ്യൂഷൻ ഒന്നും വേണ്ട കേട്ടോ. നിങ്ങളുടെ ബോഡിയുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള കൊളാജൻ ചൂസ് ചെയ്തോളൂ. I will come up with more videos like this. Do support guys. Thank you and bye bye.